നിങ്ങളുടെ ചെവിട്ടിന് എന്തോ തകരാറുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ചെവിട്ടിന് എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ വായനക്ക് എന്തോ തകരാറുണ്ട്. എന്താണെന്നറിയോ? ഇത് ആദ്യത്തെ ദിവസം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. ആരും പ്രകോപിതരാകരുത്, പ്രകോപനത്തിൽ കുടുങ്ങരുത്. പ്രകോപനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അടി അടി അടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞൊരു നേതാവിനെ ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അടിക്കും 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 എന്ന് പറയാൻ ഏതെങ്കിലും നേതാവ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? അതാണോ പൊതു സംസ്കാരം? അതാണോ പൊതുവായ രീതി? അതാണോ വേണ്ടത്? നിങ്ങൾക്കാർക്കും അതൊരു പ്രശ്നമായി തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെക്കുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിന്റെ ഭാഗമായി ആ ബസിന്റെ മുന്നിൽ ചാടിയ ഘട്ടത്തിൽ അന്ന് തന്നെ ഞാൻ പറയുകയാണ്, ഇത് പ്രകോപനം സൃഷ്ടിക്കാനാണ്, ആരും പ്രകോപനത്തിൽ കുടുങ്ങരുത്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രകോപനത്തിൽ ആരും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നതിൻ്റെ അവിടെ 2-3 ആളുകൾ വന്ന് കൊടി ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ തിരിച്ചുകൊണ്ട് നോക്കില്ലേ, ഇവരെ കാണുകയല്ലേ? വീടുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നത് കണ്ടല്ലോ. ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടല്ലോ, ജില്ലയില് ആലപ്പുഴ ജില്ലയിൽ കണ്ടല്ലോ ഒരു വാർത്ത. ഇവിടെ ഒരു നവകേരള സദസ്സിന്റെ പ്രവർത്തനത്തിന് പോയി, അതിന്റെ ഭാഗമായിട്ട് അണിനിരന്നൊരു പ്രവർത്തകന്റെ വീട് ആക്രമിച്ചു. ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. അതിൽ ആശ്ചര്യമില്ലല്ലോ. തല്ല് അടി 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 എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുയായികൾ അടിക്കാൻ പുറപ്പെടുമല്ലോ. അതല്ലേ നടക്കുന്നു. അപ്പോഴല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലിക്ക് സംയമനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാ ദിവസവും പറയല്ലേ. അപ്പോഴും അടി 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 എന്നല്ലേ. ബസിന്റെ മുന്നിൽ ചാടിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ സംരക്ഷിക്കേണ്ട കാര്യം? നിങ്ങൾ ആരാ സംരക്ഷിക്കാൻ എന്നല്ലേ ചോദിച്ചത്?